Hi all. So today I am going to take a lesson on the poem Unknown Citizen written by W.H. Auden. So first of all നമുക്ക് W.H. Auden എന്നുള്ള റൈറ്ററിനെ കുറിച്ച് നോക്കാം. W.H. Auden എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ പോയിറ്റാണ്. ആൻഡ് ഓഡൻ്റെ പോയിട്രിയിൽ നമ്മൾ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ് കാണും, അതിനകത്ത് ലവ് കാണും, റിലിജ്യൻ കാണും, അതിൻ്റെ ടോണിലും അതിൻ്റെ ഫോമിലും അതിൻ്റെ കോണ്ടൻറ്റിലും ഒരു രീതിയിലുള്ള കുറച്ച് വെറൈറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ ബെസ്റ്റ് നോൺ പോംസ് എന്ന് പറയുന്നത് ഫ്യൂണറൽ ബ്ലൂസ് എന്ന് പറഞ്ഞൊരു പോമുണ്ട്. അതുപോലെ തന്നെ സെപ്റ്റംബർ 1, 1939 എന്നുള്ളൊരു പോമുണ്ട്. ദ ഷീൽഡ് ഓഫ് അക്കില്ലസ് എന്നുള്ളൊരു പോം കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് പോംസിനകത്താണെങ്കിലും മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് പോം അതായത് ഫ്യൂണറൽ ബ്ലൂസിനകത്ത് ലവിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. സെപ്റ്റംബർ 1, 1939 പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ തീംസ് ആണ് വരുന്നത്. ദ ഷീൽഡ് ഓഫ് അക്കിലസിനകത്ത് കൾച്ചറൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തീംസ് ആണ് വരുന്നത്. ആൻഡ് ഏജ് ഓഫ് ആൻസൈറ്റി എന്ന് പറഞ്ഞൊരു വർക്ക് കൂടിയുണ്ട്, അതിനകത്ത് റിലീജിയസ് തീംസ്. ഓക്കെ, ദെൻ ഇനി അദ്ദേഹത്തിന്റെ വർക്കിന്റെ കാര്യം ഒന്ന് ഓവറോൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 400 പോംസും 7 ലോങ് പോംസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് 400 പോംസ് ടോട്ടൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ 7 എണ്ണം ലോങ് പോംസ് ആണ്, അതായത് ഒരു ബുക്കിന്റെ ലെങ്ത്തിന്റെ അത്രയും വരും 7 പോംസ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള പൊയറ്റിക് ആയിട്ടുള്ള സ്റ്റൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ബാലഡ്സ് ഉണ്ട്, ഹൈക്കു ഉണ്ട്, അങ്ങനെയുള്ള പല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് പോയട്രിയിൽ വരുന്ന കുറേ സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ W.H. Audenന്റെ ദ അൺനോൺ സിറ്റിസൺ എന്നുള്ളൊരു പോമാണ്. അത് ഒരു ആന്തോളജിയിൽ അല്ലെങ്കിൽ ഒരു കളക്ഷനിൽ പബ്ലിഷ് ചെയ്തിരുന്ന വർക്കാണ്. അനദർ ടൈം എന്നാണ് ആ ആന്തോളജിയുടെ പേര്. ആ ആന്തോളജിക്കകത്ത് പബ്ലിഷ് ചെയ്ത് വന്ന ഒരു വർക്കാണ് അൺനോൺ സിറ്റിസൺ. അത് 1940 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോം എന്ന് പറയുന്നത് ഒരു സെറ്റയറാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സിനെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയാണ് വെറും ഒരു മെഷീനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷൻലെസ് ആയിട്ടുള്ള വെറും ഒരു ബീയിങ് ആയിട്ട്, അതായത് ഇമോഷൻ ഒന്നും ഇല്ലാത്ത വെറും ഒരു സിറ്റിസൺ ആയിട്ട് കാണുന്നത് എങ്ങനെയാണ്. അതായത് ഹ്യൂമൻ ബീയിങ്സിനെ ഒരു മെഷീനായിട്ട് കണ്ട് ഒരു ഇമോഷൻസും ഇല്ലാതെ ഗവൺമെൻറ് പറയുന്നത് മാത്രം അനുസരിച്ച് ഗവൺമെൻറ്റിനെതിരെ ഒന്നും ഫൈറ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നത്, എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത്. ഇതാണ് ഈ ഒരു പോയത്തിനകത്ത് വളരെ സറ്റേറിക്കലായിട്ട് പറഞ്ഞു പോവുകയാണ്. അതായത് ഈ മോഡേൺ സൊസൈറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ സ്പിരിറ്റിനോ മൈൻഡിനോ ഇമോഷൻസിനോ യാതൊരു വിധത്തിലുള്ള ഒരു കെയറും ഗവൺമെൻറ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എങ്ങനെയാണ് കെയർഫുള്ളായിട്ട് എങ്ങനെയാണോ അവർക്ക് സിറ്റിസൺസിനെ വേണ്ടുന്നത് അതുപോലെ ലോസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ഇമേജ് അവരാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കെതിരെ അവരെന്ത് ചെയ്യും, എനിമീസായിട്ട് പ്രൊക്ലൈം ചെയ്തിട്ട് നമുക്കെതിരെ അവർ എന്തെങ്കിലും പണി തുടങ്ങും. ആ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലായിക്കോട്ടെ, പോളിസിയുടെ കാര്യത്തിലായിക്കോട്ടെ, അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, നിയമത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സ്റ്റേറ്റ് എന്താണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്, സിറ്റിസൺസിനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ അനുസരണശീലമുള്ള രീതിയിൽ ആക്കാനാണ് എപ്പോഴും നോക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം സ്റ്റേറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഹാപ്പിയാണോ അല്ലയോ, വിഷമിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആണോ എന്നിങ്ങനെയുള്ള പ്രൈവറ്റ് ഫീലിങ്സ് ഒന്നും ആ ഇൻഡിവിജ്വലിൻ്റെ അറിയാൻ ഒരു താല്പര്യവുമില്ല. ഈ ആളുകളെ എങ്ങനെയാണ് സ്റ്റേറ്റ് ജഡ്ജ് ചെയ്യുന്നത്, ഏതിൻ്റെ ബേസിസിലൊക്കെയാണ് ജഡ്ജ് ചെയ്യുന്നത്, ഏതൊക്കെ യാർഡ് സ്റ്റിക്സിൻ്റെ ബേസിസിലാണ്, ഇൻ്റലിജൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എന്തുമാത്രം അനുസരണശീലമുണ്ട്, ഇതിൻ്റെ ബേസിൽ മാത്രമാണ് ഒരു സിറ്റിസണിനെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഇതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവരുടെ നോട്ടപ്പുള്ളിയായി നമ്മൾ മാറുന്നത്. സോ ഈ ഒരു സെറ്റാറിക്കൽ ടോണിലാണ്, കുറച്ച് ഐറോണിക്കലായിട്ടാണ് ഈ ഒരു പോം എഴുതി പോകുന്നത്. ഇതിൻ്റെ ഒരു സ്പീക്കർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒഫീഷ്യലാണ് എൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത്. അയാൾക്കൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ്. അതായത് ഈ മരിച്ചുപോയ ആളുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം, എന്നിട്ട് അത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അൺനോൺ സിറ്റിസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾജിയറാണ്. അയാൾ മരിച്ചു, അയാൾ ജീവനോടെ ഇരുന്ന സമയത്ത് സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്തു, അതിനുശേഷം അയാൾ മരിച്ചു. സോ അയാളുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഒഫീഷ്യലിനെ തയ്യാറാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മോഡേൺ ഗവൺമെൻറ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരുപാട് മെമ്മോറിയൽസ്
എന്താണ് ഗവൺമെൻറ് തന്നെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ അൺനോൺ സോൾജേഴ്സ് ഉണ്ടല്ലോ, അൺനോൺ സോൾജേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരില്ല, അവരെക്കുറിച്ച് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ആ സോൾജേഴ്സ്, മരണപ്പെട്ട സോൾജേഴ്സിന് ഓണറായിട്ട് ഡിഫറെൻറ്റ് സിറ്റീസിൽ കുറേ വാർ മെമ്മോറിയൽസ് ഗവൺമെൻറ് തന്നെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ വാർ മെമ്മോറിയൽസിനകത്ത് എന്താ പറയുക, എഴുതി വെക്കാൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒഫീഷ്യലിനെ തയ്യാറാക്കി വെച്ചു ഗവൺമെൻറ്. അപ്പോൾ ആ ഒഫീഷ്യലിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇതുപോലെ മരിച്ച സോൾജേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക, അയാൾ എങ്ങനെയുള്ളതായിരുന്നു എന്നൊക്കെ ഒന്ന് നോക്കുക, ഗവൺമെൻറ് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിച്ച ആളാണോ അതോ അവർക്കെതിരെ വല്ലതും പ്രവർത്തിച്ചോ എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ഒഫീഷ്യലിൻ്റെ ജോലി. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ സിറ്റിസൺ എന്നുള്ള ആ ടൈറ്റിലിനകത്ത് തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റിന് അയാളെക്കുറിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അയാൾ ജനിച്ചു, അയാൾ വർക്ക് ചെയ്തു, അയാൾ മരിച്ചു, ഇത്രയും കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അയാളെ പക്ഷേ ഐഡിയൽ സിറ്റിസൺ ആയിട്ടാണ് സ്റ്റേറ്റ് കാണുന്നത്. അതുകൊണ്ടാണ് അയാളുടെ മെമ്മറിയിൽ ഒരു മോണിമെൻറ്റ് ഇറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐറോണിക്കലായിട്ട്, ഒരു ഇച്ചിരി സറ്റേറിക്കലായിട്ടും കളിയാക്കിക്കൊണ്ടാണ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കളിയാക്കിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഡോമിനേറ്റിംഗ് പവറിനെ കളിയാക്കിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ അവൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയോ ഇൻഡിവിജ്വാലിറ്റിയോ ഫ്രീ വില്ലോ ഇല്ല. അത് ഏജൻസീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഓഫ് ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അയാളുടെ സർവീസസ് ചെയ്യണമെന്നുള്ളതും, ഒരു മനുഷ്യൻ എങ്ങനെ വേണം ഗവൺമെൻറ്റിനെ സെർവ് ചെയ്യാനെന്നുള്ള കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പോൾ W.H. ഓഡൻ നമ്മുടെ പോയിട്ട് പറയുവാണ്, അതായത് അങ്ങനെ ഒരു സിറ്റിസൺ, അങ്ങനെ ഒരു സൊസൈറ്റിയിലെ ഒരു സിറ്റിസൺ എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ജീവിച്ചത്, അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ തുടങ്ങുമ്പോൾ പറയുകയാണ്, നമ്മുടെ ഈ അൺനോൺ സിറ്റിസൺ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അയാൾക്കെതിരെ ഒരു കംപ്ലയിൻറ്റും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ആരെയാണ്? നമ്മുടെ ഈ അൺനോൺ സിറ്റിസൺ, ഈ മരിച്ചുപോയ ആളെക്കുറിച്ച് പറയുവാണ്, ഈ ഒരു മരിച്ചുപോയ സോൾജറിനെ കുറിച്ച്. പിന്നെ എല്ലാ റിപ്പോർട്ട്സും എന്ന് പറയുന്ന പ്രകാരം അയാൾക്ക് എന്താണ്, സ്റ്റേറ്റിൻ്റെ അടുത്ത് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അയാൾ ജീവിച്ചിരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല, അയാൾ സ്റ്റേറ്റിനെ ഇവിടെ പോയതിനകത്ത് ഗ്രേറ്റർ കമ്മ്യൂണിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്റ്റേറ്റിനെ എല്ലാ രീതിയിലും അയാൾ സെർവ് ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ദെൻ അദ്ദേഹം ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എംപ്ലോയേഴ്സിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസൽ ഓർഡേഴ്സോ ഒന്നും അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല. വാറിൻ്റെ സമയത്ത് ഇദ്ദേഹം കൺട്രിയെ സെർവ് ചെയ്തിരുന്നു. ആൻഡ് അത് മാത്രമല്ല, അദ്ദേഹം വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് കൺട്രിയെ സേവ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഫൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂസോ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഫുൾ കറക്റ്റായിട്ടാണ് അടച്ചിരുന്നത്. സോഷ്യൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രകാരം ഇദ്ദേഹം വളരെ സൗണ്ട് ആയിട്ടുള്ള മൈൻഡുള്ളൊരു മനുഷ്യനായിരുന്നു. അതായത് വളരെ സെയിൻ ആയിട്ടുള്ളൊരു മൈൻഡിൻ്റെ ഉടമയായിരുന്നു. സെയിൻ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേറെ യാതൊരു രീതിയിലുള്ള മെൻ്റൽ ഡിസ്റ്റർബൻസസോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസോ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ അദ്ദേഹം വളരെ പോപ്പുലർ ആയിരുന്നു. ആൻഡ് പ്രസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിച്ചിരുന്നു, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ മേടിച്ചിരുന്നു. അഡ്വർടൈസ്മെൻറ്റ്സിനോടുള്ള റിയാക്ഷൻസ് എല്ലാം വളരെ കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരുന്നു. പിന്നെ ഡ്യൂട്ടിഫുൾ സിറ്റിസൺ ആണ് ഇദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് പോളിസീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈഫ് ഇൻഷുറൻസ് പോളിസീസും അതുപോലെ ഹെൽത്ത് കെയർ ഇൻഷുറൻസും അതിൻ്റെ എല്ലാം പോളിസീസ് എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കാർഡ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഒരു പ്രാവശ്യമേ ഇദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളൂ. അതും അസുഖം പൂർണ്ണമായിട്ടും ഭേദമായിട്ടാണ് ഇദ്ദേഹം ഡിസ്ചാർജ് ആയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിന് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാനൊക്കെ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് എല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു. ആൻഡ് ദെൻ ഒരു മോഡേൺ മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതായത് ഫോണോഗ്രാഫ് ഉണ്ടായിരുന്നു, റേഡിയോ ഉണ്ടായിരുന്നു, കാർ ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള നോർമലായിട്ടുള്ള ഒപ്പീനിയൻസ് മാത്രമായിരുന്നു അദ്ദേഹം കീപ്പ് ചെയ്തിരുന്നത്. പീസ് ഉണ്ടെങ്കിൽ അദ്ദേഹം സമാധാനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. വാർ ഉണ്ടെങ്കിൽ അദ്ദേഹം വാറിൽ ഒരു കംപ്ലൈൻറ്റും കൂടാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. സ്റ്റേറ്റിൻ്റെ നോം അനുസരിച്ച് അദ്ദേഹം കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് 5 കുട്ടികളുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 5 ചിൽഡ്രൻ ആണ്. ആ 5 പേരെന്ന് പറയുന്നത് റൈറ്റ് നമ്പർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5 കുട്ടികൾ, കറക്റ്റ് 5 കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ടീച്ചേഴ്സ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അവരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല. ആൻഡ് ഈ ഒരു സിറ്റിസണിന് അതായത് ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺ എങ്ങനെയാണോ, അതായത് ഒരു പ്രോപ്പറായിട്ടല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിസൺ എങ്ങനെയാണോ എല്ലാ ക്വാളിറ്റീസും ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പോയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ്. അതായത് വാസ് ഹീ ഫ്രീ?
ഈ അൺനോൺ സിറ്റിസന്റെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, എക്സ്റ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു, അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഫീലിങ്സ് അല്ലെങ്കിൽ മൈൻഡിൽ എങ്ങനെയായിരുന്നു അയാൾ, അതായത് ഇമോഷണലി അദ്ദേഹം ഫ്രീ ആയിരുന്നു, അയാൾ ഹാപ്പി ആയിരുന്നു, അത് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് തന്നെ പറയാണ്, ഇതൊക്കെ അബ്സേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രെയിഞ്ച് അല്ലെങ്കിൽ റിഡിക്കുലസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്താണ്, എന്തെങ്കിലും അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ എന്തായാലും അത് അറിഞ്ഞേനെ. അതുകൊണ്ട് ഗവൺമെൻറ് അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനും പോയില്ല. ഗവൺമെൻറ് റെക്കോർഡിൽ ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും കാര്യങ്ങളിൽ അയാൾ വളരെ കംപ്ലീറ്റ്ലി നോർമലാണ്, അപ് ടു ദ മാർക്കാണ്. പക്ഷേ അയാളുടെ ഫീലിങ്സോ അയാളുടെ ഹാപ്പിനെസ്സോ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ നാട്ടുകാർ അറിഞ്ഞേനെ. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. ആൻഡ് ഇതിൻ്റെ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഒഫീഷ്യലിന് ഒരു നോളജും അതായത് ഈ മാനിൻ്റെ അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആളുടെ പ്രൈവറ്റ് ഫീലിങ്സിനെ കുറിച്ച് ഈ ഒരു റെക്കോർഡ് തയ്യാറാക്കുന്ന ഒഫീഷ്യലിന് യാതൊരു വിധത്തിലുള്ളൊരു ഐഡിയയും ഇല്ല. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് കുറച്ച് ഡ്രൈ ഫാക്ട്സ് മാത്രമാണ്. അതായത് അദ്ദേഹത്തിന് കുടുംബം എത്ര പേരുണ്ട്, മക്കൾ എത്ര പേരുണ്ട്, സ്കൂളിൽ എവിടെയാണ് ചേർത്തത്, എത്ര രൂപ പെൻഷൻ ഉണ്ടായിരുന്നു, എത്ര രൂപ ഇതുണ്ടായിരുന്നു, പോളിസി ഏതൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫീലിങ്സിനെ കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ല. കാരണം അതായത് ഈ സിറ്റിസൺ ഹാപ്പി ആണോ അല്ലയോ എന്നുള്ള കാര്യം ഗവൺമെൻറ്റിന് യാതൊരു വിധത്തിലുള്ള ഐഡിയയും ഇല്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഗവൺമെൻറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗവേൺ ചെയ്യുന്ന ആളാണ്, നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും അവർക്ക് നമ്മൾ ഹാപ്പി ആണോ അല്ലയോ അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കേണ്ട ഒരു ചുമതല അവർക്കും ഒരു പെർസെൻറ്റേജ് അവർക്കും ഉണ്ട്. സോ അവർ പക്ഷേ ഈ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല, ശ്രദ്ധിക്കുന്നില്ല. അവരാകെ നോക്കിയത് എന്താണ്, ഇയാൾ എനിക്കെതിരെ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ, ഇല്ല. സോ ഓക്കെ, ഹീ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അയാളുടെ പേഴ്സണൽ ലൈഫിൽ ഫ്രീ ആയിരുന്നു അല്ലെങ്കിൽ ഹാപ്പി ആയിരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഗവൺമെൻറ്റിൻ്റെ മൈൻഡിലേ ഉദിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു മോഡേൺ സൊസൈറ്റിക്ക്, അതായത് ഹ്യൂമൻ ഡിഗ്നിറ്റിക്കും ഹ്യൂമൻ സ്പിരിറ്റിനും ഹ്യൂമൻ ഇൻഡിവിജ്വാലിറ്റിക്കും ഹ്യൂമൻ ഐഡൻറ്റിറ്റിക്കും യാതൊരു വിധത്തിലുള്ള വിലയും ഇല്ലാതെ അല്ലെങ്കിൽ വില കൽപ്പിക്കാതെ നമ്മളെ ഗവേൺ ചെയ്യുന്ന ഗവൺമെൻറ്റിനെതിരെ കൊണ്ടുവന്ന ഒരു പോമാണ്, ഒരു സെറ്റയറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോം എന്ന് പറഞ്ഞത്. അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ആ ഒരു ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിനെയാണ് ഇതിലൂടെ സെറ്ററൈസ് ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, സ്റ്റേറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ ആകണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡമോ ഹാപ്പിനെസ്സോ ഒന്നും സ്റ്റേറ്റിൻ്റെ കൺസേണേ അല്ല. അയാൾക്ക് സെൽഫ് എക്സ്പ്രഷനോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയോ ഉണ്ടെങ്കിൽ അതൊന്നും ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എൻകറേജ് ചെയ്യുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ സ്റ്റേറ്റ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പ്രൊപ്പഗൻഡ ബിലീവ് ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ തന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, അവരെ എല്ലാം എനിമീസായിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് ഒരു സിറ്റിസൻ്റെ എല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണെന്നാണ് ഇവിടെ ഇൻഡയറക്ട്ലി നമ്മുടെ പോയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചിരുന്നാലും മരിച്ചാലും ഒന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയോ ഒരു ഇംപ്രിൻറ്റോ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി വിട്ടു കൊടുക്കുന്നില്ല. അതായത് നമ്മൾ ജനിക്കുന്നു, നമ്മൾ സ്റ്റേറ്റ് പറയുന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, മരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ മരിക്കുന്നത് ഒരു അൺനോൺ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു അൺനോൺ സിറ്റിസൺ എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, എല്ലാവരും അനുസരിച്ച് ജീവിക്കുന്നു, സ്റ്റേറ്റിനെതിരെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ സെൽഫ് എക്സ്പ്രഷൻ നമുക്കൊന്നുമില്ല, നമുക്ക് പറയാനായിട്ട് അഭിപ്രായങ്ങളൊന്നുമില്ല, നമ്മൾ ചുമ്മാ എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുന്നു, നമ്മൾ മരിക്കുന്നു. അപ്പം നമ്മൾ മരിക്കുമ്പോഴും അൺനോൺ ആയിട്ട് മരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയോ നമുക്ക് വേണ്ടിയോ ഒന്നും ചെയ്യുന്നില്ല. സോ ത്രൂ ഔട്ട് ദി പോം എന്താണ് പറയുന്നത്, ഈ ഒരു കാര്യത്തിനെയാണ്, അതായത് വിത്തൗട്ട് ലീവിങ് എനി ഇംപ്രിൻറ്റ് ഇൻ ദിസ് വേൾഡ് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി മാർക്ക് ചെയ്യാതാണ് ഇങ്ങനൊരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു സ്റ്റേറ്റ് കൺട്രോൾഡ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് കൺട്രോൾഡ് ഏരിയയിൽ നമ്മൾ ജീവിക്കുന്നത്, ആ ഒരു വേൾഡിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഈ ഒരു ഇത്രയും പോയിന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോർജ് ഓർവെലിൻ്റെ 1984 എന്നുള്ള നോവലിനകത്തും ഈ സ്റ്റേറ്റ് കൺട്രോളിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത്. അതായത് ഗവൺമെൻറ് ഒരു പ്രൈവസിയും ഇല്ലാതെ, ഒരു സിറ്റിസൺസിന് ഒരു പ്രൈവസിയും കൊടുക്കാതെ എല്ലായിടത്തും CCTV ക്യാമറ പോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പം ഇതേ ഒരു കാര്യം തന്നെയാണ് ജോർജ് ഓർവെലിൻ്റെ നോവലായിട്ടുള്ള 1984, അതായത് 1984 ഇതേ തീം തന്നെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഇതിൻ്റെ ടൈറ്റിലിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സ്പീക്കർ ആരാന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺനോൺ സിറ്റിസണിനെ ഒരു ലൈനിൽ സെയിൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, അതായത് വിശുദ്ധനായിട്ട് പറയുന്നുണ്ട്. കാര്യം എന്തുകൊണ്ടാണ്, ഇദ്ദേഹം സ്റ്റേറ്റ് എന്തൊക്കെയാണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുള്ളത് അതിനെയെല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. സോ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു ലോയൽ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇയാൾ ഇദ്ദേഹത്തിന് സെയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ അതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ സ്ലേവ് ആയിരുന്നു ഇയാൾ സ്റ്റേറ്റിന്. അതുകൊണ്ട് ഇയാളെ വളരെ സെയിന്റ് എന്നല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് പറഞ്ഞു പോവുകയാണ്. സ്റ്റേറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നുവെങ്കിൽ എനിമിയായിട്ട് ഡിക്ലെയർ ചെയ്തേനെ. അപ്പം അതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു മോഡേൺ മാനിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നൊരു ഐറോണിക്കൽ ലൈൻ ഈ പോയത്തിനകത്തുണ്ട്. അതായത് ഒരു മോഡേൺ മനുഷ്യന് വേണ്ടുന്ന എന്തൊക്കെയാണ്? ഫോണോഗ്രാഫ്, റേഡിയോ, കാറ്, ഫ്രിഡ്ജ്, TV, ഇതുപോലത്തുള്ള കൺസ്യൂമറിസ്റ്റ് പ്രോഡക്ട്സുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു മോഡേൺ മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് എന്ന് ഇങ്ങനെയുള്ളൊരു ലൈൻ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ വാസ് ദി സിറ്റിസൺ ഹാപ്പി, വാസ് ഹി ഫ്രീ, ആ ഒരു സെൻറ്റൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹ്യൂമൻ ബീങ്സ് അവരുടെ ഫീലിങ്സും ഇമോഷൻസും അല്ലെങ്കിൽ ഒപ്പീനിയൻസും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, അതായത് ഒരു പേടിയും ഇല്ലാതെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഹ്യൂമൻ ബീങ്സ് ഹാപ്പിയായി മാറുന്നത്. പക്ഷേ അൺനോൺ സിറ്റിസൺ ഒരിക്കലും ഹാപ്പി ആയിരുന്നില്ല. കാരണം അദ്ദേഹം സ്റ്റേറ്റിൻ്റെ ആ ഒരു റൂൾസിനനുസരിച്ച് കൺഫേം ചെയ്തിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഹാപ്പി അല്ല എന്ന് നമുക്ക് തറപ്പിച്ച് തന്നെ പറയാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുക. ഒരു സോൾജിയറിന്റെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തെ അൺനോൺ ആയിട്ടാണ് പറയുന്നത്. കാരണം അദ്ദേഹം മരിച്ചത് ആരും അറിയാതാണ് മരിച്ചത്. അതായത് വളരെ പ്രത്യേകതയൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ് ബാക്കി എല്ലാ സിറ്റിസൺസിനെ പോലെ അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പബ്ലിക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ലൈഫും ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഒരു ഒഫീഷ്യൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു റെക്കോർഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺനോൺ സിറ്റിസൺ ഈ ഒരു ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഇതുപോലെ തന്നെ ഇൻഡിവിജ്വാലിറ്റി അതായത് സിറ്റിസൺസിൻ്റെ ഇൻഡിവിജ്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടിപ്പിക്കൽ സ്റ്റേറ്റ് ആയിട്ടാണോ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്, അതോ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണോ? പിന്നെന്താണ് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ. അല്ലെങ്കിൽ അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറണി അല്ലെങ്കിൽ സറ്റയർ എങ്ങനെയാണ് ഇതിനകത്ത് വർക്ക്ഔട്ട് ആവുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് സറ്റേറിക്കലായിട്ടുള്ള രീതിയിൽ ഗവൺമെന്റിനെ അല്ലെങ്കിൽ മനുഷ്യനെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിനെ സറ്ററൈസ് ചെയ്തുകൊണ്ട് ആണ് ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.